രാഷ്ട്രീയവൽക്കരിക്കരുതെന്നെല്ലാം പറയുമ്പോഴും കെജ്രിവാൾ ഇങ്ങനെ സ്റ്റാറായി നിന്നുകൊണ്ട് മോദിക്കെതിരെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെജ്രിവാളിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കെജ്രിവാളിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തർക്കം വരുന്നത്. നമുക്ക് ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനി ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇത്തരം വിഷയങ്ങളുണ്ടായാൽ സ്വാഭാവികമായും അത് ചർച്ചയാവും. കെജ്രിവാൾ മുന്നോട്ട് വെച്ച വലിയ രാഷ്ട്രീയത്തെയൊക്കെ മറികടക്കുന്ന ചർച്ചയിലേക്ക് കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വനിതാ രാജ്യസഭാ അംഗത്തെ കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മർദ്ദിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ശക്തമായ നടപടി കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായാൽ പോലും ആം ആദ്മി പാർട്ടിയിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള ഒരു വലിയ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആരോപണത്തിലേക്ക് കൂടിയാണ്. എന്നാൽ കെജ്രിവാൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു, മോദി വിരമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം അവിടെ ഒന്ന് പതറി നിന്ന ബി ജെ പി ആണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിൽ നിന്ന ബി ജെ പി ആണ്. അവിടേക്കാണ് കെജ്രിവാളിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം വീണ് കിട്ടിയത്. ആ വീണ് കിട്ടിയപ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ല. കെജ്രിവാളിന് ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ആ ഉത്തരം മറയാതെ മാറി നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എത്ര ദിവസം മാറി നിൽക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇത് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. കെജ്രിവാളിന് വൈഭവ് കുമാറിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ചില കേസുകളും ചില ആരോപണങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ ഇനി എന്ത് രാഷ്ട്രീയമായ നേരത്തെ സ്വാതി മലിവാൾ ഈ സമയത്ത് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് സമരത്തിന് മുന്നിൽ നിൽക്കാതെ അമേരിക്കയിൽ പോയി എന്നടക്കമുള്ള പല ആരോപണങ്ങളുമുണ്ട്. രാജ്യസഭാംഗം പാർട്ടി നൽകിയതാണ്, അവിടെ പാർട്ടിക്ക് വേണ്ടി നിന്നില്ല എന്നൊക്കെ ഉണ്ട്. അതെല്ലാം വേറെ കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ കായികപരമായ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ അതിൻ്റെ വീഴ്ച ഉണ്ടാവാൻ പോകുന്നത്, അതിന് മറുപടി പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി. അതെ, ഈ കേജ്രിവാളിന്റെ മൗനം ഞെട്ടിക്കുന്നതാണെന്ന് നിർമ്മല സീതാരാമൻ പറയുമ്പോൾ അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പല വിഷയങ്ങളും ആവർത്തിച്ചു പറയുന്ന, പല പദ്ധതികളും ആവർത്തിച്ചു പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്തൊരു വിശദീകരണം പോലും നൽകുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ സഞ്ജയ് സിംഗിന് മുന്നിലേക്ക് മൈക്ക് നീട്ടുകയാണ്. എന്നിട്ട് സഞ്ജയ് സിംഗ് പറയുന്ന വിഷയങ്ങളാണെങ്കിൽ മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായത്, പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമങ്ങൾ, ഒപ്പം ഗുസ്തിക്കാർ സമരം നടത്തിയ സമയത്ത് മലിവാളിനെ കയ്യേറ്റം ചെയ്തത് അടക്കമുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഈ പ്രശ്നം ആം ആദ്മി ഉണ്ടായതാണ്, ഈ സംഭവം ഉണ്ടായതാണ് എന്ന് സ്ഥിരീകരിച്ചതാണ്. ഈ രാഷ്ട്രീയത്തിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നു. ആരോപണത്തിന് ആരാണ് മറുപടി പറയേണ്ടി വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ മറുപടി പറയേണ്ടി വരുന്നവർക്ക് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻ ദിവസങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടകൾ പിന്നോക്ക് വലിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇന്നിപ്പോൾ എവിടെയും ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കെജ്രിവാൾ മുന്നോട്ട് വെച്ച അജണ്ടകളെക്കുറിച്ചോ അല്ലെങ്കിൽ മോദിക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചോ കെജ്രിവാൾ ജയിലിൽ കിടന്ന് BJP സർക്കാർ കെജ്രിവാളിനെ ബോധപൂർവ്വം ആക്രമിക്കുകയായിരുന്നു, ആ ചർച്ചകൾക്കൊക്കെ മേലേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും മറ്റ് ചർച്ച വരുന്നു. ഇത് ഉണ്ടാവാതെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളത് ആ പാർട്ടി, ഏത് പാർട്ടിയാണോ ആരോപണം നേരിടുന്നത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കെജ്രിവാളിന് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കെജ്രിവാളിനെ പോലെ ഒരു നേതാവിൽ നിന്ന് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട്, ശക്തമായ നടപടി, അത് ഉണ്ടായില്ല എന്നതുകൂടിയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നവീൻ നാദാമണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം. അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുന്ന ഒരു സമയം, അത് പ്രചാരണത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വിലയിരുത്തുന്ന സമയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാകത്തിന് കെജ്രിവാൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതിനിടയിൽ BJP ആയുധമാക്കുന്ന ഒരു വിഷയം പാർട്ടിക്കകത്ത്, ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഒരു രാഷ്ട്രീയ പ്രചാരണത്തെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മോശമായി ബാധിക്കുമെന്ന് ആം ആദ്മി കരുതുന്നില്ലേ? ശരിക്കും കേജ്രിവാൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് BJP പരിഭ്രാന്തിയിലാണ്. ആ പരിഭ്രാന്തി അതൊരു ഗൂഢാലോചനയിലേക്ക് വരികയും ആ ഗൂഢാലോചനയിൽ സ്വാതി മലിവാൾ ഇപ്പൊ ഭാഗവാക്കാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അതിശ്രീ മർലിന് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഉണ്ടായ സംഭവങ്ങളെ പറ്റിയിട്ട്. അന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയാണ് സ്വാതി മലിവാൾ അവിടെ എത്തിയതെന്നും കേജ്രിവാൾ അകത്തോട്ട് കയറാൻ സെക്യൂരിറ്റിയും അനുമതി കൊടുത്തില്ല എന്നും സെക്യൂരിറ്റി ആയിട്ട് വാക്കുതർക്കം ഉണ്ടായി തന്റെ അധികാരം കാണിക്കുകയും ചെയ്തു. അങ്ങനെ അകത്ത് കയറാൻ ശ്രമിച്ചു. അപ്പൊ കേജ്രിവാൾ അവിടെ ഇല്ലായിരുന്നു എന്നും ബിബിൽ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വിഭവ് കുമാർ അതിന് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നൊരു വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. അവിടെ സ്വാഭാവികമായിട്ടൊരു സോഫയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരോടും വിഭവിനോടും ഒക്കെ തട്ടിക്കയറുന്ന ഒരു സ്വാതി മലിവാളിന്റെ വീഡിയോ വന്നതാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ ഇവരോട് ആക്രോശിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോയാണ് പുറത്തു വന്നത്.
അതിനുശേഷം അതിഷി മെർലിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് BJPയുടെ ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ട് സ്വാതി മലിവാൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായതെന്നുള്ള സംഭവം അതിഷി മെർലിന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ. നവീൻ നാദാമണി, അതല്ല വിഷയം. നിങ്ങൾ ഈ ആദർശമെല്ലാം പറയുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇനി നിങ്ങൾ പറയുന്നത് പോലെ അവർ BJPയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചതെന്ന് വെക്കുക. പക്ഷെ ഒരു സ്ത്രീയാണ് കൈയേറ്റം ചെയ്തത്. അതും നിങ്ങളുടെ പാർട്ടിയിൽ നടപടിയെടുത്ത് അവരെ പുറത്താക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവരുടെ നടപടിയെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും വേറെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. അതുവരെയും നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ വിഷയമല്ല. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പരിഹാരം കാണുന്നതിന് പകരം അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു, അങ്ങനെ ശാരീരികമായ ആക്രമണം ഉണ്ടാകുന്നു. അതിന്റെ വിഷയമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി അത് നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല. ആരാണ് പ്രകോപിപ്പിച്ചതെന്നോ പ്രകോപനം ആരുണ്ടാക്കിയതെന്നുള്ള രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ അതൊരു അപ്രസക്തമായ ചോദ്യം മാത്രമാണ്. ഇങ്ങനൊരു നടപടി ഉണ്ടായെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ഇതിനെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം കെജ്രിവാളിനെ പോലെ ഒരു നേതാവിനില്ലേ? അവിടെ നിന്ന് അദ്ദേഹം എന്തിനാണ് ഒളിച്ചോടുന്നത്? തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുകയും ഇന്ന് അതിഷി മെർലിൻ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തല്ലോ. അതിനെപ്പറ്റി ഒരു വീഡിയോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. താങ്കൾ പറഞ്ഞ കണക്ക് അത്തരം വീഡിയോകൾ ആക്രമിക്കുന്ന വീഡിയോകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ പുറത്തു വന്ന വീഡിയോ ഇത് മാത്രമാണ്. സ്വാതി മലിവാള് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് കൊണ്ട് ആക്രോശിക്കുന്നതായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊരു വീഡിയോയും പുറത്തു വന്നിട്ടില്ല താങ്കൾ പ്രതിപാദിക്കുന്ന പോലെ. പിന്നീട് ഇത് ഒരു സ്വാതി മലിവാളിനെതിരെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുന്ന സ്വാതി മലിവാൾ ഇങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു അറിഞ്ഞ ഉടനെ തന്നെ സഞ്ജയ് സിംഗും വന്ദന സിംഗും സ്വാതി മലിവാളിനെ കാണുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും സ്വാതി മലിവാളിന്റെ വേർഷനിൽ തന്നെ സഞ്ജയ് സിംഗ് അതിനുവേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സ്വാതി മലിവാളിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പത്രസമ്മേളനം നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് ഒരു യാഥാർത്ഥ്യത്തിലോട്ട് കടക്കുന്നതും ആം ആദ്മി പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വൈഭവ് കുമാറിനെ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയോ എല്ലാം ചെയ്തപ്പോൾ മനസ്സിലായി ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. യാതൊരു അക്രമവും അവിടെ ഉണ്ടായിട്ടില്ല. സ്വാതി മലിവാൾ മാത്രമാണ് ആക്രോശിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യം ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായ ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് അന്വേഷണം നടത്തണം. ആ അന്വേഷണം ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം നടത്തണം. ആ അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് ആം ആദ്മി പാർട്ടി സഹകരിക്കും. ആം ആദ്മി പാർട്ടിയെ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും BJP പറയുന്നത് എന്തുകൊണ്ട് വൈഭവ് കുമാറിനോട് രാജിവെക്കാൻ പോലും ആവശ്യപ്പെടുന്നില്ല. ആ തരത്തിലുള്ള ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു പ്രതികരണവും കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സാധാരണ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപാട് ഉത്തരങ്ങൾ കയ്യിലുള്ള ഒരാൾ കൂടിയാണ്. സഞ്ജയ് സിംഗിന്റെ മൈക്ക് നീട്ടി വെച്ച് നിൽക്കുക, സഞ്ജയ് സിംഗ് പറയുന്നത് മറ്റ് അതിക്രമങ്ങളെ കുറിച്ച്. അങ്ങനെ ഒരു BJPക്ക് നിങ്ങളൊരു ആയുധം ഇട്ടുകൊടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? അല്ല, തീർച്ചയായിട്ടും ആ വിഷയം പരിശോധിക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അതിഷി വാർത്താ സമ്മേളനം നടത്തുന്നത്. വസ്തുതകൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് വ്യക്തമായിട്ട് അതിഷി മെർലിനെ പറഞ്ഞു കഴിഞ്ഞു. ആ വസ്തുതകൾ പരിശോധിക്കുന്നതിന് മുമ്പ് അതിനോട് പ്രതികരണം നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവിക ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആ വസ്തുതകൾ പരിശോധിച്ച ശേഷം പാർട്ടിയുടെ പ്രതികരണം അറിയിക്കുക എന്നുള്ളതാണ്. ആ പ്രതികരണം വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ശിക്ഷിക്കാൻ പാർട്ടി കോടതികളൊന്നും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചില്ല. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ത് എന്നുള്ളത് വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ ആക്രമവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന ഒരു അലിഗേഷൻ മാത്രമാണ് എന്നുള്ളതും വ്യക്തമായിട്ട് അതിഷി മെർലിന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രതികരണമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് വേണ്ടത്. ഇനി അന്വേഷണമാണ് നടക്കേണ്ടത്. അത് പോലീസിന്റെ ഭാഗത്ത് നടക്കേണ്ട അന്വേഷണമാണ്. ആ അന്വേഷണത്തോട് പൂർണ്ണമായിട്ട് ആം ആദ്മി പാർട്ടി സഹകരിക്കുകയും ചെയ്യും. റൈറ്റ്. ഏതായാലും വളരെയധികം നന്ദി നവീൻ നാദാമണി നമുക്കൊപ്പം ചേർന്നത്. ഈ വിഷയത്തിനകത്ത് പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്നത് അതൊരു ചെറിയൊരു ആയുധമാണെങ്കിൽ പോലും അത് എത്രത്തോളം വലുതാക്കാൻ കഴിയും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ ഈ വിഷയത്തിനകത്ത് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്.